നമസ്കാരം. കശുവണ്ടി വികസന കോർപ്പറേഷനിലെ കോടികളുടെ അഴിമതി കേസിൽ CBI വിചാരണ നേരിടുന്ന ഡോക്ടർ കെ രതീഷിനെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് തുടർച്ചയായി നിയമിച്ച നടപടിയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ഇത്രയും വലിയ അഴിമതിക്കാരനെയാണോ 3 പ്രധാന സ്ഥാപനങ്ങളുടെ തലപ്പത്ത് നിയമിച്ചത് എന്ന് അമ്പരപ്പ് പ്രകടിപ്പിച്ച കോടതി, അഴിമതിക്ക് കൂടുതൽ സാധ്യതയുള്ള തസ്തികളിൽ തന്നെയാണ് ഇയാളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നും നിരീക്ഷിച്ചു. കെ രതീഷിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ അതീവ ഗൗരവമുള്ളതാണെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി വിഷയത്തിൽ 4 ആഴ്ചയ്ക്കകം വിശദമായ മറുപടി നൽകാൻ സർക്കാരിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. പൊതുപ്രവർത്തകനായി KM ഷാജഹാൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് സിംഗിൾ ബെഞ്ച് സർക്കാരിനെതിരെ കടുത്ത പരാമർശങ്ങൾ നടത്തിയത്. കശുവണ്ടി വികസന കോർപ്പറേഷനിൽ നടന്ന 600 കോടിയുടെ തോട്ടണ്ടി ഇറക്കുമതി അഴിമതി കേസിലെ 1-ാം പ്രതിയാണ് കെ രതീഷ്. ഹൈക്കോടതിയുടെ മുൻ ഉത്തരവുകളെ തുടർന്ന് ഇയാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് സർക്കാർ അനുമതി നൽകിയിരുന്നതാണ്. എന്നാൽ ഗുരുതരമായ വിചാരണ നേരിടുന്ന ഇയാൾ നിലവിൽ ഖാദി ബോർഡ് സെക്രട്ടറി, കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് MD, കേരള ഖാദി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് CEO എന്നീ പ്രമുഖ പദവികളിലാണ് വിരാജിക്കുന്നത്. കമ്പനീസ് നിയമപ്രകാരം ഒരാൾക്ക് പരമാവധി 5 വർഷം മാത്രമേ ഒരു സ്ഥാപനത്തിന്റെ MD ആയിരിക്കാൻ കഴിയൂ എന്നിരിക്കെ 11 വർഷത്തിലേറെയായി ഇയാൾ ഒരേ സ്ഥാനത്ത് തുടരുകയാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. വിജിലൻസ് ക്ലിയറൻസുകളോ കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ മാനദണ്ഡങ്ങളോ പാലിക്കാതെയാണ് നിയമനം നടത്തിയത്. നേരത്തെ അഴിമതി കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചതിനെതിരെ ഹൈക്കോടതിയും കോടതിയലക്ഷ്യ നടപടികളുമായി മുന്നോട്ട് പോയിരുന്നു. തുടർന്ന് വ്യവസായ വകുപ്പിലെ ഉന്നത IAS ഉദ്യോഗസ്ഥർ കോടതിയിൽ നേരിട്ടെത്തി നിരുപാധിക മാപ്പ് അപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് പുതിയ ഇടപെടൽ. CBI കേസിൽ 1-ാം പ്രതിയായതിനെ തുടർന്ന് വിചാരണാനുമതി നൽകിയ കെ രതീഷിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുൻ സർക്കാരുകളും നിലവിലെ VD സതീശൻ സർക്കാരും സ്വീകരിച്ചു പോകുന്നത്. സർക്കാരുകൾ മാറിയിട്ടും 3 പ്രമുഖ പദവികളിലാണ് ഇയാൾ ഇപ്പോഴും തുടരുന്നത്. ഇലക്ട്രോണിക്സ് മേഖലയിലെ വനിതാ സഹകരണ സംഘങ്ങളുടെ അപെക്സ് ഫെഡറേഷനായ റൂട്രോണിക്സിന്റെ തലപ്പത്തും ഇയാളെ എത്തിച്ചു. കോടികളുടെ അഴിമതി ആരോപണം നേരിടുന്ന ഉദ്യോഗസ്ഥനെ ഭരണസ്വാധീനം ഉപയോഗിച്ച് തലസ്ഥാനങ്ങളിൽ തുടരാൻ അനുവദിച്ചിരിക്കുന്നത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. പിണറായി സർക്കാരിന്റെ കാലത്ത് ലഭിച്ച അതേ സംരക്ഷണം രതീഷിന് ഇപ്പോഴും തുടർന്ന് ലഭിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് വ്യവസായ പരിശീലന കേന്ദ്രമായ കിഡിലാണ് ആദ്യം രതീഷിന് നിയമനം നൽകിയത്. പിന്നീട് ഇയാളെ ഇൻകൽ MD ആയി നിയമിച്ചു. അപ്പോഴാണ് CBI കേസിൽ പ്രതിയാകുന്നത്. ഇതോടെ ഇൻകലിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും കേസ് വിവരം പൂർണ്ണമായും മറച്ചുവെച്ച് ഇയാളെ ഖാദി ബോർഡ് സെക്രട്ടറിയാക്കി ഉയർത്തുകയായിരുന്നു. 2-ാം പിണറായി സർക്കാരിലും ഇതേ സ്ഥാനത്ത് ഇയാൾ തുടർന്നു. ഇതിനൊപ്പമാണ് മറ്റു ബോർഡുകളുടെ അധിക ചുമതലകളും നൽകിയത്. കരുനാഗപ്പള്ളിയിൽ ലോക്കൽ കേബിൾ TV ഫ്രാഞ്ചൈസി നടത്തി സാമ്പത്തിക ബാധ്യതയിലാവുകയും ജപ്തി ഭീഷണി നേരിടുകയും ചെയ്തിരുന്ന സാധാരണ പശ്ചാത്തലത്തിൽ നിന്നാണ് രതീഷിന്റെ അത്ഭുതകരമായ വളർച്ച. 2002-ൽ PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയായിരുന്ന കാലത്താണ് ചാത്തന്നൂർ സ്പിന്നിംഗ് മില്ലിന്റെ MD ആയി ഇയാളെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നത്. എന്നാൽ ആക്രി വിൽപ്പനയുടെ മറവിൽ പുതിയ മെഷീനറികൾ വിൽക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തെ തുടർന്ന് തൊഴിലാളി പ്രതിഷേധം ഉയർന്നതോടെ ഇയാളെ അവിടെ നിന്ന് മാറ്റി. തുടർന്ന് കാപെക്സ് MD ആയി നിയമിതനായി. അവിടെയും വലിയ അഴിമതി ആരോപണങ്ങൾ ഉയരുകയും ധനകാര്യ പരിശോധനാ വിഭാഗം റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് 2005-ൽ കശുവണ്ടി വികസന കോർപ്പറേഷൻ MD സ്ഥാനത്തിന്റെ അധിക ചുമതല കൂടി നൽകുന്നത്. 2007-ൽ LDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ രതീഷിനെ ക്യാഷ് കോർപ്പറേഷന്റെ പൂർണ്ണ ചുമതലയുള്ള MD ആക്കി. 2005 മുതൽ 2015 വരെ നീണ്ട 10 വർഷക്കാലമാണ് ഇയാൾ ഈ സ്ഥാനത്ത് തുടർന്നത്. കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതിയിൽ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് CBI അന്വേഷണം പ്രഖ്യാപിച്ചതോടെ ഇയാളെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി കിഡിൽ ഡയറക്ടറായി നിയമിച്ചു. CBI FIR രജിസ്റ്റർ ചെയ്തതോടെ 2016-ൽ LDF സർക്കാർ ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. എന്നാൽ 2017-ൽ പൊതു സ്വകാര്യ സംരംഭമായ ഇൻകൽ MD ആയി ഇയാൾ വീണ്ടും കരാർ വ്യവസ്ഥയിൽ ചുമതലയേറ്റു. എറണാകുളം മെഡിക്കൽ കോളേജ് നിർമ്മാണത്തിലുണ്ടായ തകരാറുകളും നിർമ്മാണത്തിലിരുന്ന കെട്ടിടം ഇടിഞ്ഞു വീണതും വിവാദമായതോടെ ബോർഡ് ഡയറക്ടർമാരുടെ ആവശ്യപ്രകാരം ഇയാളെ അവിടെ നിന്ന് നീക്കി. തുടർന്നാണ് ഖാദി ബോർഡ് സെക്രട്ടറിയായും പിന്നീട് റൂട്രോണിക്സ് MD ആയും അധിക ചുമതലയിലും നിയമിതനാകുന്നത്. ഖാദി വിൽപ്പന നടത്തുന്നതിലൂടെ ഒരു വർഷം 100 മുതൽ 125 കോടി രൂപ വരെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തുണിത്തരങ്ങളും സാമഗ്രികളും ഖാദി ബോർഡിലേക്ക് വാങ്ങുന്നതിൽ വൻ ക്രമക്കേട് നടന്നതായും ആരോപണമുണ്ട്. രതീഷിന്റെ മുൻകാല പശ്ചാത്തലം കൂടി പരിഗണിക്കുമ്പോൾ ഈ ആരോപണത്തിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. ഓണക്കാലത്താണ് ഇത്തരം പർച്ചേസുകൾ ഭൂരിഭാഗവും നടക്കുന്നത്. കടകളുടെ നവീകരണത്തിന്റെ മറവിലും കോടികളുടെ ധനശോഷയുണ്ടായതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു.